കേട്ടറ്റ് എന്നറിയപ്പെടുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ കാറ്റഗറി 4 ഹിന്ദിയുടെ സിലബസാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് ഞാനിന്ന് പറയാൻ പോകുന്നത് ഹിന്ദി സബ്ജക്റ്റിൽ ഹിന്ദി സാഹിത്യ ഇതിഹാസിനകത്ത് വരുന്ന ഛായാവാദ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് വരിക. ഇത്രയും ആണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻ. സോ ഛായാവാദിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഛായാവാദ് ആദ്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ കാൽവിഭാജൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ കാൽവിഭാജൻ അതിനകത്ത് ആധുനിക കാലിനകത്താണ് നമ്മുടെ ഛായാവാദ് വരുന്നത്. ഛായാവാദിൻ്റെ സമയസീമയാണ് 1918 തൊട്ട് 1936 വരെ. സോ സമയസീമ 1918 to 1936. ഛായാവാദ് എന്ന് പറഞ്ഞ ശബ്ദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുകുട്ടധർ പാണ്ഡെയാണ്. മുകുട്ടധർ പാണ്ഡെയാണ് ഛായാവാദ്, ഹിന്ദിമേ ഛായാവാദ് എന്ന പേരുള്ള 4 എസ്സേസ് ആദ്യമായി 1920 ശാരദാ പത്രികയിൽ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഛായാവാദ് എന്ന് പറഞ്ഞൊരു വാക്കും ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുകുട്ടധർ പാണ്ഡെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഛായാവാദിൻ്റെ പ്രധാനപ്പെട്ട 4 കവികൾ വരുന്നുണ്ട്. ജയശങ്കർ പ്രസാദ്, നിരാല, പന്ത്, മഹാദേവ് വർമ്മ. ആദ്യത്തെ 3 പേര് ജയശങ്കർ പ്രസാദ്, നിരാല, പന്ത് 3 പേരെയും കൂടിയാണ് നമ്മൾ ബൃഹത്രയി എന്ന് പറയുന്നത്. മഹാദേവ് വർമ്മ, രാംകുമാർ വർമ്മ, ഭഗവതി ചരൺ വർമ്മ 3 പേരാണ് ലഘുത്രയി എന്ന് അറിയപ്പെടുന്നത്. ഛായാവാദം എന്ന് പറഞ്ഞത് റൊമാൻറ്റിക് കാവ്യധാരയാണ്. മുകുട്ടധർ പാണ്ഡെയാണ് ഛായാവാദം എന്ന് പറഞ്ഞ പേര് തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. മുകുട്ടധർ പാണ്ഡെ എഴുതിയ കുരി കെ പ്രതി എന്ന് പറഞ്ഞ കവിതയാണ് ഛായാവാദിൻ്റെ ആദ്യത്തെ കവിതയായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. അത് ശാരദാ പത്രികയിലാണ് പബ്ലിഷ് ചെയ്തത്. ഛായാവാദിൻ്റെ ആദ്യത്തെ കവിതയായ കുരി കെ പ്രതി എന്ന പോയത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. ഛായാവാദിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഖടിബോലി ഭാഷയാണ്.